നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം ആ സംഘടനയുടെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകൾ. അമേരിക്ക ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതിനെന്തെങ്കിലും ഊഹാപോഹോ ചിന്തയോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ രാജ്യം, മറ്റേ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് യഹൂദ രാജ്യം. അവിടെ താവളം ഉണ്ടാക്കി ഇസ്രായേൽ കൊണ്ട് പശ്ചിമേഷ്യയെ അടിച്ച് തകർക്കുന്ന പോലെ ചൈനയും ഇന്ത്യയും വേണ്ടി വന്നാൽ ആക്രമിക്കാനുള്ള ഒരു സന്നാഹം. തന്നെയുമല്ല, ദീർഘകാശി എന്ന് പറഞ്ഞത് നമ്മുടെ സിലോണിൻ്റെ അവിടെ നിന്നൊക്കെ ഇന്ത്യൻ സമുദ്രത്തിൽ വളരെ കുറച്ച് ദൂരമുള്ളൂ, 22-30 കിലോമീറ്റർ ഉള്ളതാണ് ട്രിവാൻഡ്രം ഭാഗത്ത്. അവിടെ വലിയ സൈനിക സന്നാഹമുണ്ട്. പക്ഷെ അവിടെ സ്പേസ് ഇല്ല, വെറും ഒരു തുരുത്തല്ലേ. അപ്പം അത് കൂടാതെ ആൾപ്പാർപ്പുള്ള അവിടെ പാർത്ത ആദിവാസികളെ ബലമായിട്ടും ഭീഷണിപ്പെടുത്തിയും കൊന്നും ഒക്കെയാണ് ആ ദീർഘകാശി അമേരിക്ക സ്വതന്ത്രമാക്കിയെടുത്തത്. അത് പറയുന്നത് ആ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണല്ലോ, അറബിക്കടൽ ഇപ്പുറത്തല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്, എണ്ണ നിക്ഷേപമുണ്ട്. അത് അന്തർവാഹിനിയൊക്കെ ഉപയോഗിച്ച് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് കൊല്ലങ്ങളായിട്ടെന്നാണ് ഒരു സംസാരം. എന്തുമാത്രം ശരിയെന്ന് അറിയില്ല. അത് നമുക്ക് ഗവൺമെൻറ് പീരീഡ് രഹസ്യാന്വേഷണം അന്വേഷിക്കട്ടെ. അപ്പോൾ അതിന് മുൻപായിട്ട്, ഈ സംഭവത്തിന് മുമ്പായിട്ട് നമുക്ക് ലോക്കലായിട്ട് ഒന്നൊരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിൽ കിടക്കാം. ഒന്ന്, ഈ പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ ബുദ്ധി രാക്ഷസനാണല്ലോ. ആദ്യം മമതാ ബാനർജി, പിന്നെ BJP, പിന്നെ കോൺഗ്രസിന്, പിന്നെ ബീഹാറിലെ നിതീഷ് കുമാറിന് ഇപ്പോൾ സ്വന്തമായിട്ട് പുള്ളി പാർട്ടി ഉണ്ടാക്കി ബീഹാറിൽ 45 സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തുവാണ്. കേൾക്കുമ്പോൾ ഇമ്പുള്ള വാക്കാണ്. മുസ്ലിം സ്ഥാനാർത്ഥികൾ 45 സീറ്റുള്ളൂ. അത് കിഷോറിൻ്റെ ബുദ്ധി. അത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് കോൺഗ്രസ് മുന്നണിക്ക് മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചായ എടുക്കാൻ പോയാൽ അതിൽ നമ്മൾ വിജയിക്കണം, നമ്മൾ കക്കാൻ പോയാൽ അതിൽ വിജയിക്കും. അത് ശരിയോ തെറ്റ് വേറെ വശമാണ്. അത് BJP സംബന്ധിച്ച് അവരാശയത്തെ അല്പം വ്യത്യാസമുള്ള എല്ലാവർക്കും അറിയാം. ആ ആശയം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവർ വിജയിക്കാൻ നോക്കും. അത് കുറ്റമായിട്ട് കാര്യമില്ല, അത് അവരുടെ കഴിവാണ്. നമ്മളൊരു കൗണ്ടറായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് തോൽപ്പിക്കാൻ നോക്കണം. അല്ല കൊഞ്ഞിനും കാണിച്ചിട്ടോ അല്ലെങ്കിൽ അന്തമയ BJP അല്ലെങ്കിൽ RS വിരോധനായിട്ട് കാര്യമൊന്നുമില്ല. അവർ ഒരു സന്നാഹം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് അതിനെതിരെയുള്ള കൗണ്ടർ പ്രവൃത്തി നടത്തി വിജയിക്കണം. അതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 10% മുസ്ലിങ്ങളാണ് ബീഹാറിൽ. 10 അല്ല, 17 ഇട്ടത് എൻ്റെ അറിവ്. പക്ഷേ കിഷോറിൻ്റെ എന്ന് പറയും 10%. എന്തുവാട്ടെ, 10-15% വെച്ചോ, ലെസ് ദാൻ 20. ബാധക. അത് ആർക്കാണ്? കോൺഗ്രസ് 1, ഒവൈസിക്ക് 1, നിതീഷിനൊന്ന്, ലാലുവിനൊന്ന്, ഇപ്പോഴേ കിഷോറിന് 1. അപ്പോൾ 5 തിരിയാണ്. ഈ 5 തിരിഞ്ഞാൽ അതിനർത്ഥം വോട്ട് ഭിന്നിച്ചു. അപ്പോൾ ഈസിയായിട്ട് എതിർവിഭാഗം ജയിക്കാം. അതാണ് എൻ്റെ ബുദ്ധി. പറയുമ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ, മായാവതി 80 സീറ്റുള്ള UP-യിൽ 20 സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. എന്തൊരു വലിയ കാരുണ്യമാണ്, ഔദാര്യമാണ്, എന്തൊരു അവകാശ ബോധമാണ്, പൗരത്വ ബോധമാണ്, ന്യൂനപക്ഷ ബോധമാണ്. കെട്ടുവെച്ച കാശ് കിട്ടിയില്ല. പറയുമ്പോൾ അതൊക്കെ ഞാൻ പണ്ട് പറയാറുണ്ട്, പന്ത് കളിക്കുന്ന കണ്ടുകൊണ്ടിരുന്ന നമ്പൂതിരി വന്നപ്പോഴേ നമ്പൂതിരിക്ക് സങ്കടം തോന്നിട്ട് എല്ലാവർക്കും ഓരോ പന്ത് കൊടുത്തു. എല്ലാവർക്കും ഓരോ പന്ത് കിട്ടി കളിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കൂടി ഒരു പന്തടിയിലേ ജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ സ്ഥാനാർത്ഥികൾ കൂടുതൽ നിർത്തുന്ന കാര്യം, നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കുക, അതാണ് രാഷ്ട്രീയ തന്ത്രം. അതൊക്കെ എതിരാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം അതൊക്കെ ബുദ്ധിയുള്ളവർ മുന്നണികൾ ശ്രദ്ധിക്കാം. ഇത് പറയുമ്പോൾ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി BJP തന്ത്രം എടുത്തു. അതിന് CPIM അനുകൂലം എന്നൊക്കെ പറയുമ്പോൾ CPIMൻ്റെ ബുദ്ധിരാക്ഷസന്മാർ പറയുന്നൊരു കണക്കുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയെല്ലാം സന്നാഹം ഉണ്ടായിട്ടും BJP പ്രവർത്തിച്ചിട്ടും LDFന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ 10-15 കൂടുതൽ കിട്ടി.
UDF 75,000-65,000 വോട്ട് കുറഞ്ഞു. അപ്പോൾ BJP-യിലെ അല്ല കോൺഗ്രസിലെ BJP ജയിപ്പിക്കാൻ സഹായിച്ചു എന്നാണ് CPM-ന്റെ ബുദ്ധിരാക്ഷസന്മാരുടെ മണ്ടന്മാരുടെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്ന പോലെ വഞ്ചിക്കുന്നത്. നേരിട്ട് നോക്കും, ശരിയല്ലേ? എത്ര ശരി, അത് ശരിയാണല്ലോ. കോൺഗ്രസിന് 10,000-70,000 വോട്ട് കുറഞ്ഞ് കഴിഞ്ഞ വർഷക്കുള്ളിൽ, LDF-ന് 10,000 വോട്ട് കൂടി. അപ്പോൾ BJP വോട്ട് പോയത് കോൺഗ്രസിൽ. ഇത് അവിടെ അല്ല എൻ്റെ സഖാവേ. നിങ്ങൾ ഈ മണ്ടത്തരം പറഞ്ഞ് സാധാരണ ജനങ്ങളെ പറ്റിക്കും. സാധാ ജനങ്ങൾ അറിയില്ലല്ലോ. അത് ഉഗ്രബുദ്ധി അല്ലെങ്കിൽ വക്രബുദ്ധിയോ അല്ലെങ്കിൽ മറ്റേ നിഷ്പക്ഷ ചിന്തിക്കുന്ന ജനലക്ഷങ്ങൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ഞങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞുതരാം. അത് അടവ് നയമുണ്ട് പാർട്ടികൾക്ക്, അതുകൂടാതെ ക്രോസ് വോട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അടവ് നയം വെച്ചാൽ ഒരു മുന്നിൽ നിന്നുകൊണ്ട് വേറെ മുന്നണിയിലെ ചില രഹസ്യങ്ങൾ എടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജയിക്കാൻ സാഹചര്യം ഉണ്ടാക്കുക. അതിന് അടവ് നയം. പിന്നെ മിനിമം പരിപാടിയുണ്ട്. ഒരു മുന്നണിയിൽ അവിടെ ആശയത്തോട് മൊഴി യോജിച്ചാലും ആ മുന്നണിയിൽ മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ എല്ലാവരും യോജിച്ച് വെക്കുന്നു. അതാണ്. അപ്പോൾ അടവ് നയം ഇവിടെയല്ല. ഇവിടെ ഉള്ളത് ക്രോസ് വോട്ടിംഗ് ആണ്. ക്രോസ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് BJP സ്ഥാനാർത്ഥിക്ക് ഒരു ജയസാധ്യത കണ്ടാൽ മറ്റ് 2 സ്ഥാനാർത്ഥിയാണ് LDF UDF ആണ്. അല്ലെങ്കിൽ UDF-നാണ് ജയസാധ്യത കണ്ടുകൊണ്ട് LDF നിഷ്പക്ഷമതിയായ കുറേ വോട്ടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് UDF-ന് വോട്ട് ചെയ്യും. അങ്ങനെ UDF ജയിക്കുന്നത് 10,000. ഇത്തവണ അങ്ങനെയാണ് ജയിച്ചത്. പക്ഷേ ഇതേ തത്വം തന്നെ തൃശ്ശൂർ കാണിച്ച്. ഏതാണ്ട് UDF-ൻ്റെ സ്ഥാനത്ത് മുരളീധരൻ അത്ര അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. അതിനെന്താ കാരണം? പുള്ളിയുടെ തന്നെ കയ്യിലിരിപ്പാണ്. കാരണം പാർലമെൻറ്റ് മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 20 സീറ്റിൽ 1 സീറ്റാണ് ആകെ കൊടുത്തത്. ആ സീറ്റിൽ തോൽപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞ് മറുപടി വരുമോ, അത് തെറ്റുപറ്റി, നമുക്ക് അസംബ്ലിയിൽ കാണാമെന്ന്. അതാണോ മുരളീധർ ജീവൻ്റെ ഉത്തരം? നിങ്ങൾ മുരളീധരൻ പറയുമ്പോൾ നിങ്ങൾ സാധാരണ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വ്യാഖ്യാനിക്കരുത്. അതിനെ മറുവശം കണ്ട് പ്രചരണം നടത്തുന്ന ഒരു വിഭാഗത്തോട് മനസ്സിലാക്കണം. അതിൽപ്പെട്ടാണ് മൊയ്തീൻ ഷായൊക്കെ. ഞാൻ മാത്രമല്ല, എന്നെ പോലെ പലരുണ്ട്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് അത് തെറ്റുപറ്റി പോയി നമുക്ക് അസംബ്ലിയിൽ കാണുന്നു. അതാണ് പാർലമെൻറ്റ് സീറ്റ് കിട്ടാതെ പകരം അസംബ്ലിയിൽ കൊടുക്കാമെന്നാണോ? അതല്ല, അതൊക്കെ പറയാം. നിങ്ങൾക്കെന്ത് അവകാശം? നിങ്ങളൊരു മുൻ KPC പ്രസിഡന്റാണ്. അത് KPC കമ്മിറ്റിയിൽ തീരുമാനിക്കരുത്. ഓക്കെ, ഇതൊക്കെ കേട്ട് ചാനൽ ഇപ്പം എന്താ പറയുക, നമ്മൾ മൂന്നാൾ വെള്ളത്തിലടി പോയി മൂത്രമൊഴിച്ചാലും അറിയുന്ന കാലം എന്ന് പറയും പോലെ ഇപ്പം നമ്മൾ എന്തനിക്കലും ഈ മീഡിയ ഉള്ളതുകൊണ്ട് അറിയും. അതൊക്കെ ജനങ്ങൾ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മുരളീധരൻ ഈ പറയുന്ന മുസ്ലിം ഷേഖൊന്നുമില്ല, പക്ഷേ എന്നാലും പിന്നെ RS അനുഭാവിയല്ല എന്നുള്ള തീര് നിൽക്കാം. അപ്പം അങ്ങനെ വന്നപ്പോൾ പുള്ളി ജയിക്കില്ല, അത് മനസ്സിലായി. അപ്പോൾ എന്താ അവിടുത്തെ നിഷ്പക്ഷമായിട്ട് വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം 17% വോട്ടുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ അവരെന്ത് ചെയ്ത് ജയിക്കാൻ സാധ്യതയുള്ള സുനിൽകുമാറാണ്. ഒരു പരിധിവരെ ശരിയാണത്. അപ്പോൾ സുനിൽകുമാറിൽ വോട്ട് ചെയ്ത് അങ്ങനെയാണ് UDF-ന് അവിടെ 60,000-70,000 വോട്ട് കുറഞ്ഞത്. അല്ലാതെ അവരെല്ലാം കോൺഗ്രസ് BJP വോട്ട് ചെയ്തിട്ടല്ല. 5-10% ചെയ്ത് കാണില്ലെന്ന് പറയുന്നില്ല. കാരണം പകൽ കോൺഗ്രസ്, രാത്രി RS ഉള്ള ആൾക്കാർ ഇപ്പോഴും കോൺഗ്രസ് കുറേയുണ്ട്. അതാണ്. അതിന് LDF പറയുന്ന മറുപടി എന്തറിയോ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, പക്ഷേ കോൺഗ്രസ്സാണ് BJP ജയിപ്പിയ സാഹചര്യമാണ്. മണ്ടന്മാർ, നിങ്ങൾ ആരെയാണ് മണ്ടത്തിൽ കാണിച്ചത്? നെറുകേട് ചെയ്തിട്ട് ഇപ്പോൾ ഉരുണ്ട് കളിക്കണം. കാരണം സംഘപരിവാറിൻ്റെ ആളാണ് മറ്റേ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞത് പ്രസിഡന്റ് അന്ന് പിണറായി പറഞ്ഞിട്ടേ അത്രയും ആരോപണം RS വിരോധം പറഞ്ഞ് പിണറായിയുടെ ഗ്യാങ്ങും CPM മുഴുവല്ല, പിണറായിയുടെ ഗ്യാങ്ങും ഈ കള്ളന്മാർ അവരെന്തറിയോ. എന്നിട്ട് ഇപ്പോഴത്തെ RSS കാണാൻ പോയി ആരൊക്കെ പറയുമ്പോഴേ 1 വർഷം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ട് മിണ്ടിയോ? തൃശ്ശൂർ ഇലക്ഷന് അട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ട് പൂരം അട്ടിമറിച്ചോട്ട് 5 മാസമായില്ലേ റിപ്പോർട്ട് കിട്ടിയിട്ട്? അതാരാണ്? ഈ RS-കാരനല്ലേ റിപ്പോർട്ട് അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് പറഞ്ഞോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4-5 വർഷമായില്ലേ സാർ? നിങ്ങൾ ആരെയോ പിണറായി കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കാണോ, വഞ്ചിക്കാണോ? നിങ്ങൾക്ക് ഞങ്ങൾ അന്ധമായിട്ട് ആദരിച്ചിരുന്നാണ്, ആദരിച്ചിരുന്നാണ്. അത് ഞാൻ പറഞ്ഞ പാറാടെ എന്തപ്പോഴ് നമ്മുടെ അന്തോണി പറഞ്ഞ് എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് TV-യിൽ വിശ്രമിക്കും, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് കുമ്മനം എതിർത്തപ്പോൾ അവിടെ വെച്ച് പിണറായിയുടെ കൂടെ വന്ന് 2 മുസ്ലിം അത് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് കൊണ്ടുപോയതാണ്. അതൊക്കെ ഞങ്ങൾ കണ്ട അഭിമാനം കൊണ്ടുണ്ട് ഞങ്ങൾക്ക്.
അത്ര ധീരമാണ്. പക്ഷെ നിങ്ങൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതെയാണ് നിങ്ങൾ കുറ്റക്കാളി. ഞാൻ പറയില്ല, നിങ്ങൾക്ക് നിൽക്കക്കള്ളി ഇതായിപ്പോയി അല്ലേ, മറ്റേ കേസിലേക്ക് വന്നുകൂടി നിങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ അന്തസ്സില്ലാത്ത രീതിയിൽ കടന്ന് ഉരുണ്ട് കളിക്കുന്നത്. CPM-ൽ പിണറായി മാത്രമേ, പിണറായി കുറേ ഗ്യാങ്ങും എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാണ്. അപ്പോൾ ഇതൊക്കെയല്ല സത്യാവസ്ഥ. നിങ്ങൾ കാര്യം മനസ്സിലാവും. നിങ്ങൾ മാത്രമല്ല വായിക്കുന്നവരുള്ളൂ, ചരിത്രം അറിയാവുന്നവർ, ലോകപരിചയമുള്ളവർ, ലോക യൂണിവേഴ്സൽ നോളജ് ഉള്ളവർ. മറ്റ് പലരോടും മനസ്സിലാക്കണം. നിങ്ങൾ ഏക്ക് സെറ്റിലത് റിസർച്ച് വിങ്ങുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ തത്തമേ പൂച്ച എന്ന് പറയുന്ന കാണണം. CPM-ൻ്റെ ഒക്കെ അറിയുമോ, അണികൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ വളരെ അടുത്ത് CPM-ആയിട്ട് പാർട്ടി ചേർന്നില്ലെങ്കിലും പഠിച്ചിട്ടായ പാലാടുത്തൊരു സഖാവിനെ തല്ലിക്കൊന്നു. അതൊക്കെ ചോദിച്ചപ്പോൾ ദേശാഭിമാനി, ഞങ്ങൾ അത് ദേശാഭിമാനിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ദേശാഭിമാനി മാത്രം വായിക്കാറുള്ളൂ, വേറെ ഒന്നും വായിക്കാൻ സമയം കൊടുക്കുകയില്ല. എന്നാൽ അവർക്ക് പ്ലാൻ എന്തറിയോ, അതൊക്കെ ബുദ്ധിപൂർവ്വമാണ്. ഒരു പരിപാടി വെച്ച് അതൊക്കെ കഴിഞ്ഞ് ശ്വാസം പിടിക്കുമ്പോൾ അടുത്ത പരിപാടി. അപ്പം വേറൊരു ചിന്തയ്ക്ക് അവസരമില്ല. ഈ 5 വക്ത് നമസ്കാരം പോലെയാണ്. 5 വക്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ അവസരം, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടില്ല, അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതുപോലെ പാർട്ടി CPM ഒരു പരിപാടി അടുത്ത പരിപാടി. അപ്പോൾ അവർക്ക് ചിന്തിക്കാനൊന്നുമില്ല. ഒന്ന് ശ്വാസപ്പെടാൻ സമയം കൊടുക്കും, 2 ദിവസം വീട് പരിപാടിയാണ്. അത് മാത്രം ചെയ്യുന്നത്. അങ്ങനെയാണ് അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നത്. അത് RSS ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് അതൊരു ആൾക്കൂട്ടാണല്ലോ, അതൊരു പോളിസിയല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ആൾക്കാരെ പൊട്ടനാക്കുന്ന പരിപാടി ചെയ്തത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വേറെ കാര്യങ്ങളിൽ അപ്പം നിതീഷിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ എന്താണ് അമേരിക്ക ഈ ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിൽ ഒരു കിസ്രായേൽ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെയൊക്കെ പ്രതിചലനമാണ് നമ്മുടെ ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങളും അതിൻ്റെ പുറകിലേക്കുള്ള കളിയും. അപ്പോൾ അവരെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സാമ്രാജ്യത്വം നിലനിൽക്കണമെങ്കിൽ, അവർ ആയുധക്കച്ചവടം നിലനിൽക്കണമെങ്കിൽ, അവരുടെ കൊളംബിയക്കാണ് ഏറ്റവും വലിയ ചരസ് കച്ചവടം. ഇവിടെ ഫാദർ, നമ്മുടെ ഇവിടുത്തെ സഭാ നേതാവ് പറഞ്ഞില്ലേ, ക്രിസംഗികളെല്ലാം മറ്റെന്താണ് ഈ ജിഹാദ്, എന്ത് ജിഹാദാണ്, നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ് പ്രസംഗിച്ച അച്ഛനില്ലേ, സഭയില്ലേ. സഭയെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ബഹുമാനത്തോട് ചോദിക്കുകയാണ്. എനിക്ക് യാതൊരു ഇഷ്ടക്കുള്ള സഭയോടുള്ള ക്രിസ്ത്യൻ സമുദായത്തോടെ എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങളുള്ളതാണ് ക്രിസ്ത്യൻ സമുദായം. ഞാൻ PC ജോർജ് ചോദിക്കട്ടെ, സഭയും ഇത് കേൾക്കുന്നതിൽ ക്രിസ്ത്യൻ സഭയോട് ചോദിക്കുക. നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പോലും ഹിന്ദുവും ക്രിസ്ത്യാനും യോജിച്ച് നിൽക്കണമെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടി ക്രിസ്ത്യൻക്ക് ചാനലൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നില്ലേ? അത് RSSൻ്റെ ഒരു തന്ത്രത്തിൽ നിങ്ങൾ വീണതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തിനും മറുവരുന്നുണ്ട്. നിങ്ങൾ 10% നിങ്ങൾ 10 പിന്നെ ക്രിസ്ത്യൻ സമുദായം അല്ല ഹിന്ദു സമുദായം യോജിച്ചു പോയി എന്ന് പറയാം. ഓക്കെ, ഒരു പരിധിവരെ ചിലപ്പോൾ ശരിയാണ്. മറിച്ച് ഇപ്പോൾ മുസ്ലിം ശേഖരം 30-35% കേരളത്തിലുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഈ 30% ആൾ സംഘപരിവാരമായിട്ട് 35% ഗ്രൂപ്പ്, പിന്നെ മുസ്ലിം ഗ്രൂപ്പ് സംഘപരിവാരമായിട്ട് ദാലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ബുദ്ധിരാക്ഷസന്മാരെ PC ജോർജ് മണ്ടനാണെന്നോ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ സഖ്യം എന്നൊക്കെ പറഞ്ഞത് കുത്തയൊന്നുമില്ല, രാഷ്ട്രീയ ബന്ധം എന്നത് കുത്തകയല്ല, അത് എപ്പോഴും മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിലൊക്കെ സപ്പോർട്ടോടി, അമ്മയ്ക്ക് സപ്പോർട്ട് ക്രിസ്തങ്കീത സംഘം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ RSSന് സപ്പോർട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കാൻ വേണ്ടി പലതും ചെയ്യും, അത് അവരെ കഴിയും. നിങ്ങളതുപോലെ മറുവശം കഴിക്കും. അപ്പോൾ 10% ആകെ 18% 6% ദളിത് ക്രിസ്ത്യാനി. അവരിപ്പോഴും കണ്ണൂർ ക്രിസ്ത്യാനി, ഒരിക്കലും ക്രിസ്ത്യാനിയാക്കൂല. അത് തൃശ്ശങ്ക് സ്വർഗം നിൽക്കുകയാണ്. അത് മുസ്ലിമിനെ സംബന്ധിച്ചെന്നറിയോ, ഒരു മുസ്ലിമായിട്ട് മതം അവന് മറ്റെല്ലാം ഒറ്റ ഇതുള്ളൂ, രണ്ടാമതൊരു മുസ്ലിമില്ല. ഇവിടെ മതപരിവർത്തനം മുസ്ലിം സംഘം ഉണ്ടാക്കിയ ചില ആൾ ശ്രമിച്ചു, ഞങ്ങൾക്ക് അപ്പം അടിച്ചു കളഞ്ഞു പോകടാ, അവിടെ മതപരിവർത്തനമില്ല. ഓരോ മതം മാറി വന്നാൽ അവൻ മുസ്ലിം തന്നെയാണ്, അവിടെ ഒന്നുമില്ല. ക്രിസ്ത്യൻ സമുദായമില്ല. എത്ര മതം മാറി വന്നാലും അത് കൺവേർട്ട് ക്രിസ്ത്യാനായിട്ട് അല്ലെങ്കിൽ പരിവർത്തന ക്രിസ്ത്യാനി നിൽക്കുള്ളൂ. അത് കിട്ടെ. അപ്പോൾ അത് ഏതായാലും 10% ഇവിടുത്തെ സവർണ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു. അതിലും പിന്നൊക്കെ ക്രിസ്ത്യാനി ലിക്കുന്നുണ്ട്. അതുപോലെ ഒരു ബാക്കി 6% ഉള്ളൂ ഇവിടുത്തെ ഉയർന്ന കത്തോലിക്ക്. ഇതൊക്കെ പോട്ടെ, 10% 12% പിടിക്കുക. 12% നിങ്ങൾ മൊത്തത്തിൽ BJP ആയിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ ചേർന്നു. ഹിന്ദുക്കൾ ചേർന്നല്ല, സംഘപരിവാറായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ 30% 30% ഉള്ളവർ അങ്ങനെ വന്ന് നമുക്ക് ധാരണ എത്താന്ന് പറഞ്ഞ് പോയാൽ
എൻ്റെ സഭാ നേതൃത്വമേ, എൻ്റെ മണ്ടൻ ജോർജേട്ടാ, എന്തായിരിക്കാം നിങ്ങളുടെ അവസ്ഥ? അങ്ങനെ സംഭവിക്കാൻ വളരെ കേട്ടിട്ടുണ്ടോ? ഇനി ഒക്കെ പോട്ടെ, ഇന്ത്യയിൽ ഏതാണ്ട് 20% മുസ്ലിങ്ങൾ പറഞ്ഞു, അതിൽ 30 കോടി വരുന്നുണ്ട്. അതിലൊരു 10% മുസ്ലിങ്ങൾ. ഈ ബന്ധമൊക്കെ മാറി മനസ്സ് മാറ്റി 10% മുസ്ലിങ്ങൾ BJPക്ക് സപ്പോർട്ട് എന്ത് വാങ്ങിച്ചാൽ തീർന്നല്ലേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിൻ്റെയും പിന്നെ ക്രിസംഖ്യയുടെയൊക്കെ മതി. അതൊക്കെ ഞങ്ങളെ കൂടി ചെയ്യിക്കരുത് വെറുതെ. നിങ്ങൾ നിങ്ങൾ കാണുന്നത് STPയുടെ മണ്ടന്മാരെ നിങ്ങൾ കണ്ടുള്ളൂ. യഥാർത്ഥ മുസ്ലിങ്ങൾ കണ്ടില്ല. ഈ PC ജോർജൊക്കെ കണ്ടതേ അവിടെ ഇപ്പോൾ തീവ്രവാദികളുണ്ട്, അവർ നിങ്ങൾ കണ്ടുള്ളൂ. തീവ്രവാദികൾ വെച്ചാൽ ബുദ്ധിയില്ലാത്ത ആളാണ്. അതാ തീവ്രം എന്ന് പറഞ്ഞത്. ഗുണ്ടകൾക്ക് ബുദ്ധിയുണ്ട്, അവർ ശക്തിയാണ് നോക്കുന്നത്. അതാണ് ഗുണ്ടകൾ ആദ്യം ജയിക്കും പിന്നെ തോൽക്കുന്നത്. ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് അവിടെ വിജയമുള്ളൂ. അത് ഗുണ്ടകൾ ഉപയോഗിക്കുന്ന ശക്തിയാണ്, തീവ്രവാദികൾ ഉപയോഗിക്കുന്ന പിന്നെ ആവേശമാണ്. അത് രണ്ടും വിജയിക്കില്ലല്ലോ. അത് അവരാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ചിന്തിക്കുന്ന മുസ്ലിം കഴിവുള്ള മുസ്ലിങ്ങളും ഈ ജോർജ് കണ്ടിട്ടില്ല, കേരളത്തിൽ പോലും. അതാണ് ജോർജ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതിലേക്ക് മറുവശം നോക്കണം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് ജോർജ് സാറേ. ഇതൊരു തത്വജ്ഞാനപരമാണ്, ശാസ്ത്രീയമാണ്. ഞാൻ എളിയവനാണ്, സാരക്കാരൻ. ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അതുകൊണ്ട് അതിനൊക്കെ അവസരം കൊടുക്കരുത്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ചൈനയെ എതിർക്കാനും ഇന്ത്യ ഇപ്പോൾ സ്നേഹമുണ്ടെങ്കിലും അത്ര ഉള്ളൂടെ സ്നേഹമൊന്നുമില്ല. ഇന്ത്യ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർക്കാനും ഒരു ഇടത്താവളം വേണം. അതിനുള്ള ശ്രമത്തിലാണ് മിസോമിലെ കലാപവും പിന്നെ എന്താണ് നമ്മുടെ ബംഗ്ലാദേശിലേക്ക്. ഇതിൻ്റെ പുറകിൽ വലിയ ആസൂത്രിതമായ ഒരു തന്ത്രമുണ്ട്. അതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞെന്തറിയോ, ഇവിടെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കുക ശ്രമം നടത്തും. അമേരിക്ക അത് പറഞ്ഞില്ല, അന്ന് അത്രയില്ല. അത് പറഞ്ഞ് ഒരു വർഷം മുമ്പായിട്ട് പറഞ്ഞു. അതൊക്കെ ശേഷമാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. വാസ്തവത്തിൽ ബംഗ്ലാദേശിൻ്റെ ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി കുറച്ച് നയത്തിൽ നിൽക്കേണ്ടിയിരുന്നു. ആ നയത്തിൽ നിന്നില്ല. അത് ഏതുപോലെ എന്നറിയുമോ? നമ്മളെല്ലാം പൊക്കിപ്പതുകൊണ്ട് ലോക ഗുരുവാണ് മോഡിജി. ഞാൻ ഈ അന്തമായിട്ട് മോദിജിയുടെ എതിർപ്പൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നമ്മൾ ആ നിലക്ക് അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം പോലും കാണിച്ച മണ്ടത്തരയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര സീറ്റ് കുറഞ്ഞതല്ലേ, കുറേ വോട്ടാണ്. അതുപോലെ ഉപദേശം കൊടുക്കും തെറ്റാണ്. ഇപ്പോൾ പിണറായി സർക്കാർ ഉപദേശം കൊടുക്കും തെറ്റാണ്, തെറ്റായ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി കിട്ടിയാണ്. അല്ലെങ്കിൽ പണ്ടെന്തോ സമരം ചെയ്തതിൻ്റെ പേരിൽ 30% അവർക്ക് സംവരണം വേണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമാണ്. 2%, 3%, 5% അത് കഴിഞ്ഞ് കൊല്ലം എത്രയും 70-74 70-ലാകുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 30-50 അരനൂറ്റാണ്ട് കഴിഞ്ഞ് വീണ്ടും ആ പേരിൽ പിന്നോക്ക വിഭാഗങ്ങൾ ചില രാജ്യങ്ങൾ സമരം ഇന്ത്യയിലുള്ളൂ. അതൊക്കെ എത്ര കാലം നിലനിൽക്കും. അപ്പോൾ അത് ബുദ്ധി കാണിച്ചില്ല, പോട്ടെ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ പ്ലാനാണ്. കുറേ വർഷമായിരുന്നു ശ്രമം തുടങ്ങിയിട്ട്. ദീപകാശിയിൽ വന്ന് കഴിഞ്ഞിട്ട് ദീപകായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായതാണ്. അതൊക്കെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി. അന്നൊക്കെ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കല്ലേ, കൂടുതൽ ശ്രദ്ധിക്കാതെ കൈവശപ്പെടുത്തി. അവിടെ ഭയങ്കര പ്രവർത്തന സന്നാഹമുണ്ട്. അമേരിക്കയുടെ ആയുധ സന്നാഹവും യുദ്ധക്കപ്പലും മറ്റു പലതും ഉണ്ട്. അത് തന്നെയല്ലേ ഇപ്പോൾ അത് കൂടാതെ അതും പോരാതെ ഇസ്രായേലിനെ അവിടെ കൊണ്ടുവച്ചിട്ട് എന്താണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? എത്ര വർഷമായി സമാധാനം ഇല്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടുന്നു. ഈ സമാധാനമില്ലായ്മയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് അവരുടെ പ്രസ്ഥാനം വളർത്താൻ നല്ലത്. അതായത് തീവണ്ടിയുടെ ശബ്ദം കേട്ട് ഉറങ്ങി ശീലിച്ചവർക്ക് തീവണ്ടിയുടെ ശബ്ദം ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. നമുക്കത് തീവണ്ടി സ്റ്റേഷനിൽ പോയി കിടന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്ന ഉറക്കം വരില്ല. അത് ശീലിച്ചവർക്ക് അത് തന്നെ വേണം. അതുപോലെയാണ് ഇവർ ഈ പ്രതിസന്ധിയിൽ കൂടി, പണ്ട് കരുണാകരനെ കുറിച്ച് പറയും, പ്രതിസന്ധി ഉണ്ടാക്കി അതിൽ നിന്ന് നേടലാണ് പുള്ളിയുടെ പണി, അതാ പുള്ളി സന്തോഷിക്കുന്നു പറയും പോലെ അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ യൂറോപ്പിനെ സംബന്ധിച്ച് ഫ്രാൻസൊക്കെ ബ്രിട്ടനെ സംബന്ധിച്ചൊക്കെ ഈ ആയുധ വിൽപ്പനയും പിന്നെ ലഹരി വിൽപ്പനയും അതിന് എന്തുകൊണ്ട് സമാധാനം ഉണ്ടാകാൻ പാടില്ല. സമാധാനം രണ്ടും ചെയ്യില്ല. അപ്പോൾ ലഹരി സമാധാന കുടുംബത്തിൽ ആരെങ്കിലും മദ്യം കഴിക്കുമോ? ഇപ്പോൾ ചില സിനിമ പ്രേംനേഴ്സിനെ കുറിച്ച് പറയും, ഒരു സിപ്പ് തന്നെ 60 ml അത് ചിലപ്പോൾ പുള്ളി രാത്രി കിടക്കാണ്ട് കഴിക്കാണ്ടത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ശരിക്കറിയില്ല. അതുപോലെ ബുദ്ധിപൂർവ്വം ചില നിയന്ത്രണം ചെയ്യും ചിലപ്പോഴും, അല്ലാതെ കിടക്കുമോ? ഈ സമാധാനക്കുറവുള്ള ഗ്രഹങ്ങളല്ലേ അവിടുത്തെ ഗ്രഹനാഥന്മാരല്ലേ മദ്യം കഴിച്ച് പ്രഷർ കുറക്കാൻ നോക്കുന്നത്, മയങ്ങി പോയിട്ട് 5-6 മണിക്കൂർ ഒന്നും അറിയണില്ല ലോകത്തെക്കുറിച്ച്, അങ്ങനെ റോട്ടിൽ കിടക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ലോകത്തുണ്ടാക്കുന്ന ഒരു വൻ ശക്തി തന്നെയാണ് അമേരിക്ക. ആ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശും ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു ഇസ്രായേൽ ചെറിയ രാജ്യം മതി.
അത് അവരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണത്തിൽ നിൽക്കുന്നതായിരിക്കും. അതിലുള്ള ഒരു ശ്രമമാണ് നടക്കുക. അതിൽ എന്തുമാത്രം ക്ഷീണം ഇന്ത്യക്ക് പറ്റുമെന്നൊക്കെ ഇന്ത്യയിൽ പട്ടാളവും ബുദ്ധിരാക്ഷസവരും ഭരണാധികാരികൾ ശ്രദ്ധിക്കട്ടെ, ബംഗ്ലാദേശിനെ ശ്രദ്ധിക്കട്ടെ, മറ്റേ ചൈന അവർ ശ്രദ്ധിച്ചോളും സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആരും ആരേക്കാൾ മോശമല്ല എന്ന തത്വം കണക്കിലെടുത്തിട്ട് എല്ലാവരും വിഡ്ഢിയാക്കാൻ നോക്കരുത്. CPM ആണെങ്കിലും CPM-നെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ അവസ്ഥ എവിടെ എത്തിയറിയോ? എത്ര ദുരിതപൂർണ്ണം, അതിനുവേണ്ടി ജീവൻ കളഞ്ഞ, ആരോഗ്യം കളഞ്ഞ, ആയുസ് എത്തിയ ലക്ഷങ്ങളും സഖാക്കളുടെ മനസ്സിൽ നിന്ന് ഉരുകാണ്. കാരണം അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ച് അവർ തകർത്ത് കളയും. അങ്ങനെയുണ്ടല്ലോ TP രാജ്യം പാർട്ടി വിട്ടുപോയതിനു ശേഷം 21-30 വെട്ടുകെട്ടി കൊന്നത്. എന്നിട്ട് അവിടെ സ്റ്റിക്കർ ഹലോ പിന്നെ മാഷാ അള്ളാഹ് സ്റ്റിക്കർ വെച്ചൊക്കെ അത് അന്നത്തെ ഒരു പോലീസ് ഓഫീസർ മിടുക്കനായതുകൊണ്ട് അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടായില്ല, അതുകൊണ്ട് അത് കണ്ടുപിടിച്ചു. അല്ലെങ്കിലോ ലഹളി ഉണ്ടാവില്ലേ? കാരണം മാഷാ അള്ളാഹിൻ്റെ മുസ്ലിം തീവ്രവാദികളെന്ന് പറയുള്ളൂ. അപ്പം അങ്ങനെയാണ്. അങ്ങനെ തടവ് ഇപ്പോഴും ഉണ്ട്. അത് കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സഖാക്കളെ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിണറായി സഖാവ് അങ്ങനെ അടിമപ്പെട്ടു അല്ലെ, അതിൽ വീണുപോയി. കുടുംബസ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മകളോട് സ്നേഹം കൊണ്ടോ ഇരിക്കും. ഇപ്പം എത്ര കോടി സ്വത്തം അറിയില്ലല്ലോ. അതുകൊണ്ട് അതങ്ങോട്ട് വിട്ടുകളെ, ആ ചികമ്പ് പോട്ടെ, ഇത് വേണ്ട. ഇത് നിങ്ങൾ അന്തസ്സായിട്ട് സമ്മേളനം നടക്കൽ തലയുയർത്തിയതുകൊണ്ട് നമുക്ക് നമ്മുടെ ആദർശവും നമ്മുടെ രാഷ്ട്രീയ പഴയ അവസ്ഥയിലേക്ക് പോകണം. സ്വതന്ത്രമായ ജനാധിപത്യ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി നിങ്ങൾ അത് പ്രസ്ഥാനത്തെ പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, രാജ്യം നടിക്കും, പശ്ചിമബംഗാളിലെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടിക്കും. അങ്ങനെ ചെയ്യില്ലേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.